നമസ്കാരം. ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നിർണായകമായ ഒരു എപ്പിസോഡാണ് അല്ലേ? ഇന്ന് മാജിക്കിനോ ഒന്നുമല്ല പ്രാധാന്യം. ഇന്നത്തെ പ്രാധാന്യം 100% നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ പങ്കെടുക്കുന്ന 7ാമത്തെ എപ്പിസോഡാണ് ഇത്. ഈ 7ാമത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരം കൂടി കഴിഞ്ഞാൽ, ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞാൽ മാർക്കുകൾ പരിശോധിച്ച് ഏതെങ്കിലും 2 ഗ്രൂപ്പുകൾ ഇതിനകത്ത് നിന്ന് അപ്രത്യക്ഷരാവും. ഇത്രയും ദിവസം നമ്മളെല്ലാവരും കളിച്ചിരികളായിരുന്നു, മാജിക്കുകളായിരുന്നു, വിസ്മയകരമായ മുഹൂർത്തങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഇതിൻ്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 2 ഗ്രൂപ്പുകൾ ഇതിനകത്ത് നിന്ന് വിട്ടുപോകേണ്ടി വരും. അത് നിശ്ചയമാണ് അല്ലേ? പക്ഷേ നേരിടാൻ വേണ്ടി മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറാവുക. ഞാൻ സംശയിക്കുന്നത് എന്തെല്ലാം ചിത്രങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അല്ലേ? ഞാൻ ഒരു ചെറിയ അനുഭവം നിങ്ങളോട് പറയാം. എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. കൊച്ചിയിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഗസ്റ്റ് 14-ാം തീയതി ലൈഫ് ഓർ ഡെത്ത് എന്ന് പറയുന്നൊരു ജാലവിദ്യ അവതരിപ്പിച്ചു. അന്ന് ഇന്നത്തെ എക്സൈസ് മന്ത്രി കെ ബാബു MLA ആണ്. ഡൊമിനിക് പ്രസൻറ്റേഷൻ അന്ന് മന്ത്രിയാണ്. VR കൃഷ്ണയ്യർ എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഭാധനനും സാനുമാഷും ഒക്കെ ജാലവിദ്യാ പരിപാടി കാണാനുണ്ട്. ആ ജാലവിദ്യാ പരിപാടി ഒരു പ്രത്യേക പരിപാടിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഫേക്ക് ബുള്ളറ്റുകൾ, 6 റിയൽ ബുള്ളറ്റുകൾ. കണ്ടാൽ ഒരുപോലെ തോന്നും. ഏതാണ് യഥാർത്ഥം, ഏതാണ് വ്യാജൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇത് 2 കൂടി ചേർന്ന് മന്ത്രി ഒരു പ്ലേറ്റിലിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോലീസ് കമ്മീഷണർ അതിനെ ഒരു റിവോൾവറിൽ ലോഡ് ചെയ്തു. അപ്പോൾ ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്നറിയില്ല. ഞാൻ ഈ ഉണ്ട ഏറ്റുവാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേദിയിൽ നിൽക്കുകയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത മാജിക്കായിരുന്നു. നന്നായിട്ട് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തൊരു മാജിക്കായിരുന്നു. ഒരു കാരണവശാലും തെറ്റില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വേദിയിൽ കാത്തു നിൽക്കുകയാണ്. പോലീസ് കമ്മീഷണർ, പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വെടിവെക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നു. ഞാൻ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തു, ഈ ജാലവിദ്യയിൽ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ആരും ഉത്തരവാദികളല്ല എന്ന് എഴുതി കാണികൾ കാണുക ഒപ്പിട്ട് കൊടുത്തു. 6 ഫേക്ക് ബുള്ളറ്റ്, 6 റിയൽ ബുള്ളറ്റ്. ഒരു ഭാഗത്ത് 6 പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. സാധാരണ പൊട്ടുന്ന പ്ലേറ്റുകൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്. ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുന്നു. മൈൻഡ് റീഡിങ്ങിലൂടെ ഇതിനകത്തുള്ള ബുള്ളറ്റ് ഏതാണ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. റിയൽ ബുള്ളറ്റ് ആണെങ്കിൽ പ്ലേറ്റിലേക്ക് ഷൂട്ട് ചെയ്യും, ഫേക്ക് ബുള്ളറ്റ് ആണെങ്കിൽ എൻ്റെ നെറ്റിയിലേക്ക് നിറയൊഴിക്കും. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് പറയും, ഇറ്റ്സ് എ ഫേക്ക് ബുള്ളറ്റ്, ഷൂട്ട് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഷൂട്ട് ചെയ്യും. ഇറ്റ്സ് എ റിയൽ ബുള്ളറ്റ്, ഷൂട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ പ്ലേറ്റിലേക്ക് ഷൂട്ട് ചെയ്യും. അങ്ങനെ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏറ്റവും അവസാനം എത്തുന്നതിന് തൊട്ട് മുമ്പ് റിയൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തത് ഈ പ്ലേറ്റിലേക്കാണ്. ആ പ്ലേറ്റിൻ്റെ ഒരു ചീള് അവിടുന്ന് നേരെ ഓഡിയൻസിലേക്ക് പറന്നുപോയി VR കൃഷ്ണയ്യരുടെയും അതുപോലെ തന്നെ സാനുമാഷരുടെയും ഒക്കെ തലയ്ക്ക് മുകളിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ കണ്ണിൻ്റെ അറ്റത്ത് പോയി കൊണ്ടു. അയാൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച സമയത്ത് ആളുകളെല്ലാം ഓടിക്കൂടി അദ്ദേഹത്തെ ഒരു വണ്ടിയിൽ കയറ്റി. ഹിന്ദു പത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ പടം ഉണ്ട്. കണ്ണിൻ്റെ ഇവിടെ തറച്ചൊരു പടമുണ്ട്, ഒരു പോലീസുകാരൻ്റെ. പെട്ടെന്നൊരു വണ്ടിയിൽ പോകുന്നത് കണ്ടു. എൻ്റെ മനസ്സ് പതറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോൾ. ജാലവിദ്യ അവസാനിപ്പിച്ചേ പറ്റൂ. ഇനി ഒരു ബുള്ളറ്റുണ്ട്, അത് ഫേക്കാണോ റിയലാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. എല്ലാം തകർന്നു പോയി. പാകപ്പെടുത്തിയെടുത്ത എൻ്റെ മനസ്സ് പതറിപ്പോയി. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. വെടിവെക്കാൻ വേണ്ടി പറയുകയാണ്. റിയൽ ബുള്ളറ്റ് ആണെങ്കിൽ പ്ലേറ്റിലേക്ക്, റിയൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് വെടിവെക്കണം. പക്ഷേ അത് ഫേക്ക് ബുള്ളറ്റ് ആണെങ്കിൽ എൻ്റെ മാജിക് അതോടുകൂടി തകരും. ഫേക്ക് ബുള്ളറ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വെടിവെക്കാൻ വേണ്ടി പറഞ്ഞാൽ റിയൽ ബുള്ളറ്റ് ആണെങ്കിൽ ഞാൻ അതോടുകൂടി മരിക്കും. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. മാജിക് വേണമോ ഞാൻ വേണമോ എന്നുള്ള അവസ്ഥ. ഞാൻ ആലോചിച്ചു, മാജിക് ഇല്ലാതെ ഞാൻ വേണ്ട. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ഫേക്ക് ബുള്ളറ്റ്, ഷൂട്ട് ഹിയർ എന്ന് പറഞ്ഞു. 2 കൽപ്പിച്ചു. ഷൂട്ട് ചെയ്തു. അത് ഫേക്ക് ബുള്ളറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞത്, മനസ്സിനെ നമ്മൾ പാകപ്പെടുന്ന ചില അവസ്ഥയുണ്ട്. ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ തീരുമാനമെടുക്കണം. നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ റൗണ്ട് മൊഴിമുത്ത്. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, മഹാന്മാരായിട്ടുള്ള ആളുകൾ ഈ ലോകത്തോട്, ഇനിയും ജീവിച്ചിരിക്കാനുള്ള തലമുറയോട് അന്ന് പറഞ്ഞു വെച്ച കുറേ മനോഹരമായിട്ടുള്ള വാചകങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ വാചകങ്ങൾ പറയുന്ന സമയത്ത് ആരാണ് ഈ വാചകം പറഞ്ഞത് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. മൊഴിമുത്തുകളാണ് പറയുന്നത്. മനോഹരമായ വാചകങ്ങൾ, അർത്ഥമുള്ള വാചകങ്ങൾ കേട്ടോ. നമ്മളെല്ലാവരും അനുസരിക്കേണ്ട സത്യത്തിൻ്റെയും നീതിയുടെയും വാചകങ്ങൾ. സോ റെഡിയാണല്ലോ കേൾക്കാൻ?
ഒരു ടീമിന് ഒരു ചോദ്യം വീതമാണ് ഉണ്ടാവുക. ആദ്യത്തെ ചോദ്യം വരുന്നത് സിയൂസിലേക്കാണ്. ചോദ്യം 1 ഇതാണ്: എനിക്ക് നിങ്ങൾ നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് മഹത്തായ ഒരു രാഷ്ട്രം തരാം. മൈസൂരിലെ ടിപ്പു സുൽത്താൻ സൈനിക ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ചക്രവർത്തിയുടേതാണ് ഈ വാക്കുകൾ. ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അറിയില്ല. ഈ വാചകം പറഞ്ഞത് ആരാണ് എന്നതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ കുറച്ചുകൂടി സൂചന തന്നിട്ടുണ്ടായിരുന്നു. മൈസൂരിലെ ടിപ്പു സുൽത്താൻ സൈനിക ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ചക്രവർത്തിയുടേതാണ് ഈ വാക്കുകൾ എന്നുവരെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് ഞാൻ ചോദിച്ചത്. നല്ല വാക്കാണ്, നല്ല വാചകമാണ്. എനിക്ക് നിങ്ങൾ നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് മഹത്തായ ഒരു രാഷ്ട്രം തരാം. ഇത് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓൾറൈറ്റ്, ഇനി രണ്ടാമത്തെ ചോദ്യം അങ്ങോട്ടാണ്, ഒറിയോണിലേക്കാണ്. ഒറിയോൺ, ചോദ്യം കേൾക്കാം. ആദ്യം വാചകം കേൾക്കാം, അതിനുശേഷം ചോദ്യം കേൾക്കാം. മൊഴിമുത്ത് ഇതാണ്: വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പുള്ളതും ഫലങ്ങൾ മധുരമുള്ളതുമാണ്. ഇങ്ങനെ പറഞ്ഞത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പെർഫെക്റ്റ് ആൻസർ ആണ്. ഗ്രീക്ക് തത്വചിന്തകൻ, പ്ലാറ്റോയുടെ ശിഷ്യൻ. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. മൂന്നാമത്തെ ചോദ്യം അറോറയിലേക്ക് വരുന്നു. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ മനോഹരമായ വാചകം കേൾക്കാം: ഒരിക്കലും തെറ്റുവരുത്താത്തവർ ഒരിക്കൽ പോലും പുതിയൊരു കാര്യത്തിനായി പരിശ്രമിക്കാത്തവരാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ സംബന്ധിച്ച് വിശദീകരണം നൽകിയതിന് 1921 നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞന്റെ വാക്കുകളാണ് നാം കേട്ടത്. ആരാണ് ഇദ്ദേഹം? CV രാമൻ. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാചകങ്ങളാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെ വാചകമാണ് ഇത്. E=mc², അല്ലേ? സാരമില്ല. ഇനി ചോദ്യം, നാലാമത്തെ ചോദ്യം വരുന്നത്, അജീന കേൾക്കാം ഈ മൊഴിമുത്ത്, ഈ വാചകം: സഹായിക്കാൻ മനസ്സുള്ളയാളിനാണ് വിമർശിക്കാൻ അവകാശമുള്ളത്. ജനാധിപത്യത്തിന് പ്രശസ്തമായ നിർവചനം നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്, വെരി നൈസ്. സോ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു, 4 മൊഴിമുത്തുകൾ നമ്മൾ വായിച്ചു. ഈ മൊഴിമുത്തുകൾ ചോദ്യം എന്നുള്ള രീതിയിലല്ല, മഹാന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞ ഈ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്, അല്ലേ? നമ്മുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഓരോ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരിടുവാനും ഈ വാചകങ്ങൾ തീർച്ചയായിട്ടും ഉപകരിക്കും. അതുകൊണ്ടാണല്ലോ മഹാന്മാർ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത്തരം വാചകങ്ങൾ എഴുതി വെച്ചത്. ആ വാചകങ്ങൾ നമ്മുടെ മുമ്പിൽ എന്നും ഉണ്ടാവട്ടെ. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക്, ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നമ്മൾ കഴിഞ്ഞ മൊഴിമുത്തുകൾ സംസാരിച്ചു. മൊഴിമുത്തുകൾ എന്ന് പറയുന്ന ആ വിഭാഗം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എനിവേ, മാർക്കുകൾ വായിക്കുകയാണ്. സിയോസിന് നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം മാർക്ക് ഇല്ല മൊഴിമുത്ത് എന്ന സെഗ്മെൻറ്റിൽ. ഒറിയോണിന് കിട്ടിയിട്ടുള്ളത് 10 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. അറോറയ്ക്കും ഇത്തവണ മാർക്ക് ഇല്ല. അജീനയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുന്നു. സൂചന. സൂചന എന്ന ഈ സെഗ്മെന്റ് രസമാണ്. വീഡിയോ വാളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകൾ നിങ്ങൾക്ക് തരും. 3 സൂചനകൾ. ആ സൂചനകൾ കണ്ട് ആ സൂചനകൾ വിലയിരുത്തി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. സോ ചോദ്യം ആദ്യം ചോദിക്കാം, അതിനുശേഷം സൂചനകളിലേക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സിയോസിനുള്ള ചോദ്യം ഇതാണ്: രാജ്യം ഏതാണ്? ചോദ്യം ഇതാണ്: രാജ്യം ഏതാണ്? 3 സൂചനകൾ ശ്രദ്ധിക്കാം വീഡിയോ വാളിൽ. ഇവിടെ ആദ്യത്തെ സൂചനാ ചിത്രം ഇതാണ്. രണ്ടാമത്തെ സൂചനാ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഇതാണ് രണ്ടാമത്തെ സൂചനാ ചിത്രം. മൂന്നാമത്തെ സൂചനാ ചിത്രം കാണുക ഇവിടെ. മൂന്ന് സൂചനകളാണ് നിങ്ങൾ കണ്ടത്.
ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. ജപ്പാൻ. ജപ്പാൻ കറക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. കിമോണ അല്ലേ? കിമോണ എന്ന് പറയുന്ന ഡ്രസ്സാണ്, ജപ്പാൻകാരുടെ ഡ്രസ്സാണ് ആദ്യം കണ്ടത്. ഇക്കബാന എന്ന് പറയുന്ന ഫ്ലവർ, അതാണ് നമ്മൾ രണ്ടാമതായി കണ്ടത്. സുമോ ഗുസ്തിയാണ് മൂന്നാമതായി കണ്ടത്. ഇനി ഒറിയോണിലേക്കാണ് ചോദ്യം വരുന്നത്. 3 സൂചനകൾ കാണാം സ്ക്രീനിൽ. ചോദ്യം ഇതാണ്, സംഖ്യ ഏതാണ്? കാണാം 3 സൂചനകൾ. ഒന്നാമത്തെ സൂചന ഇവിടെ, രണ്ടാമത്തെ സൂചന ഇവിടെ, മൂന്നാമത്തെ സൂചന ഇവിടെ വരുന്നു. ഈ 3 ചിത്രങ്ങളിലേക്ക് യോജിക്കുന്ന, ഈ 3 ചിത്രങ്ങൾ സൂചനയായി വരുന്ന സംഖ്യ, നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഐ എം സോറി, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് റോങ്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമാവുമായിരുന്നു. 6 പറഞ്ഞിരുന്നെങ്കിൽ 6 12 ആവുമായിരുന്നു. 12 എന്നുള്ള നമ്പറിലേക്ക് എങ്ങനെയാണ് നയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം കാണുന്ന ചിത്രം ക്യൂബ്. ആ ക്യൂബിന് 12 വക്കുകളാണ് ഉള്ളത്. 6 പുറങ്ങളാണുള്ളത്, 6 സൈഡാണുള്ളത് അല്ലേ? പക്ഷേ 12 വക്കുകളാണ് ഒരു ക്യൂബിനുള്ളത്. രണ്ടാമത് കണ്ടത് ആധാർ. ആധാറിന് 12 ഡിജിറ്റുള്ള, 12 അക്കങ്ങളുള്ള നമ്പറാണ് ആധാർ നമ്പർ. മൂന്നാമത് കണ്ടത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ്. സാരമില്ല.